ഈ ക്വസ്റ്റ്യൻ നോക്കാം. Light of frequency 7.21 into 10 raised to 14 hertz is incident on a metal surface. Electrons with a maximum speed of 6 into 10 raised to 5 meter per seconds are ejected from the surface. What is the threshold frequency for photo emission of electron? നമ്മൾ ആദ്യം തന്നെ ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ എഴുതി വെക്കാം. EV0 ഈക്വൽ ടു ഹാഫ് mv². ഇതിൽ ഓരോ ലെറ്ററും എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഈക്വൽ ടു hμ മൈനസ് φ0 അല്ലേ? ഇങ്ങനൊരു ഇതല്ലേ ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ. നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് വേണ്ടത് വാട്ട് ഈസ് ദ ത്രെഷോൾഡ് ഫ്രീക്വൻസി ഓഫ് ദ ഫോട്ടോ എമിഷൻ ഓഫ് ദ ഇലക്ട്രോൺസ്. ഇതാണ് നമുക്ക് വേണ്ടത്. ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ μ0 ആണ് അല്ലേ? ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ μ0 ആണ്. ഇവിടെ ഞാനിതിൽ എല്ലാം യൂസ് ചെയ്യുന്നില്ല. ഹാഫ് ഇൻറ്റു എം ഇൻറ്റു വി മാക്സ് സ്ക്വയർ. വി മാക്സ് എന്ന് പറഞ്ഞാൽ മാക്സിമം വെലോസിറ്റി അഥവാ മാക്സിമം സ്പീഡ് ഓഫ് ദ എമിറ്റഡ് ഇലക്ട്രോൺ. ഹാഫ് എം വി സ്ക്വയർ ഈക്വൽ ടു hμ മൈനസ് φ0 ആണ്. φ0 നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. വർക്ക് ഫംഗ്ഷൻ കാണാനായിട്ടൊരു ഫോർമുല ഉണ്ടല്ലോ. φ0 എന്ന് പറഞ്ഞാൽ hμ0 ആണ്. നമ്മളത് പഠിച്ചിട്ടുള്ളതാണ്. φ0 എന്ന് പറഞ്ഞാൽ hμ0 ആണ്. കാരണം നമുക്ക് μ0 ആണ് വേണ്ടത്, അതുകൊണ്ടാണ്. അപ്പോൾ ഞാനിത് ആദ്യം സിംപ്ലിഫൈ ചെയ്തിട്ട് μ0 കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പോൾ ഇവിടെ എന്ത് വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ h കോമൺ ആയിട്ട് എടുക്കാം. റൈറ്റ് സൈഡിൽ നിന്ന് h കോമൺ ആയിട്ട് എടുത്താൽ h ഇൻറ്റു മ്യൂ മൈനസ് μ0. റൈറ്റ് സൈഡിൽ h കോമണാ. ആൻഡ് ലെഫ്റ്റ് സൈഡിൽ ഹാഫ് ഇൻറ്റു എം ഇൻറ്റു വി സ്ക്വയർ, വി മാക്സ് സ്ക്വയർ. നമുക്ക് μ0 ആണ് വേണ്ടത് അല്ലേ? നമുക്ക് h റൈറ്റ് സൈഡിലോട്ട് എടുത്താലോ. h go to denominator side. മ്യൂ മൈനസ് μ0 ഈക്വൽ ടു എം വി സ്ക്വയർ. വി മാക്സ് സ്ക്വയർ ആണ് ഉദ്ദേശിച്ചത്. ഡിവൈഡഡ് ബൈ h താഴേക്ക് പോവും, 2h ആവും. ഇവിടെ താഴെ ഓൾറെഡി ഒരു 2 ഉണ്ടല്ലോ. ഈ h അങ്ങോട്ട് പോകുമ്പോൾ h ഡിനോമിനേറ്റർ സൈഡിലോട്ടേ പോവൂ. കറക്റ്റ് അല്ലേ? മ്യൂ മൈനസ് μ0 ഇങ്ങനെ വരും. അപ്പോൾ μ0 ഇതിൽ നിന്ന് കിട്ടും. നമുക്ക് μ0 അല്ലേ വേണ്ടത്? അറിയാമല്ലോ. മൈനസ് μ0 അങ്ങോട്ട് എടുക്കുക, ഈ ടേം ഇങ്ങോട്ട് എടുക്കുക. ശരിയല്ലേ? മ്യൂ മൈനസ് എം വി മാക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ 2h എന്ന് വരും. മ്യൂ മൈനസ് എം വി മാക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ 2h എന്ന് വരും. ഇനി നമ്മൾ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആദ്യം കാണേണ്ട എക്സ്പ്രഷൻ്റെ ഫോർമുല റെഡിയാക്കി വെക്കാം, എന്നിട്ട് വാല്യൂ ഇട്ട് കൊടുക്കാം. അപ്പോൾ കാൽക്കുലേഷൻ ഞാനിവിടെ സ്കിപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്കത് ചെയ്ത് നോക്കാം സെപ്പറേറ്റ് ആയിട്ട്. ഇവിടെ ഞാൻ കാൽക്കുലേഷൻ പറയില്ല. മ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയേഷൻ്റെ ഫ്രീക്വൻസിയാണ്. 7.21 ഇൻറ്റു അല്ലേ? 7.21 ഇൻറ്റു 10 raised to 14. മ്യൂ എഴുതി മൈനസ് എം എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ദ ഇലക്ട്രോൺ ആണ്. അതറിയാമല്ലോ. മാസ് ഓഫ് ദ ഇലക്ട്രോൺ 9.1 ഇൻറ്റു അപ്രോക്സിമേറ്റ്ലി 9.1 ഇൻറ്റു 10 raised to minus 31. വി മാക്സ് സ്ക്വയർ, സ്പീഡ് ഓഫ് ദ മാക്സിമം സ്പീഡ് ഓഫ് ദ എമിറ്റഡ് ഇലക്ട്രോൺ 6 ഇൻറ്റു 10 raised to 5. ഇപ്പോൾ വി സ്ക്വയർ ആയതുകൊണ്ട് 6 ഇൻറ്റു 10 raised to 5 സ്ക്വയർ ഓൾ ഡിവൈഡഡ് ബൈ താഴെ 2h ആണ്. 2h ആണ്. h എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് 6.63 ഇൻറ്റു 10 raised to minus 34. ഇത് 2 സ്റ്റെപ്പ് എഴുതുള്ളൂ. കാൽക്കുലേഷൻ ഫുള്ളായിട്ട് പറയുന്നില്ല. 7.21 ഇൻറ്റു 10 raised to 14 മൈനസ്. ഈ എക്സ്പ്രഷൻ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഇവിടെ ഞാൻ കാൽക്കുലേഷൻ പറയുന്നില്ല. ഈ എക്സ്പ്രഷൻ ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 2.47. 2.47 ഇൻറ്റു 10 raised to 14 ആണ്. 10 raised to 14 കോമൺ ആയിട്ട് എടുക്കുക. രണ്ടിൽ നിന്ന് 10 raised to 14 കോമൺ ആയിട്ട് എടുക്കുക. 7.21 മൈനസ് 2.47. സോ അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള വാല്യൂ പറയുകയാണെങ്കിൽ 4.7 ഇൻറ്റു
10⁻14 ഹെഡ്സ്. ഇതാണ് μ0. നമ്മൾ μ0 ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. സോ കട്ട് ഓഫ് ഫ്രീക്വൻസി ഈസ് 4.7 × 10⁻14 ഹെഡ്സ്.